പ്രേരിതമാണെന്നും ചൂണ്ടിക്കാണിച്ച് 2025 മാർച്ച് 8 ഹൈക്കോടതി CMRL എക്സാലോജിക് ഇടപാടിനെ സംബന്ധിച്ച പ്രതിപക്ഷ MLA ഹർജി തള്ളുന്നു. അവിടം കൊണ്ടും സംഗതി തീർന്നില്ല. ശ്രീ മാത്യു കുഴൽനാടൻ വിശിഷ്യ പ്രതിപക്ഷ MLA ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഫയൽ ചെയ്തു. ചീഫ് ജസ്റ്റിസ് BR ഗവായും ജസ്റ്റിസ് വിനോദ് ചന്ദ്രനും ഉൾപ്പെടുന്ന സുപ്രീം കോടതിയുടെ ബെഞ്ചും മാസപ്പടി കേസ് നിരുപാധികം തള്ളി. രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടത്തേണ്ടത് ജനങ്ങൾക്ക് മുൻപിലാണ്, അല്ലാതെ കോടതി മുറിയിലല്ല എന്നൊരു ആട്ടും കൂടെ കൊടുത്താണ് പ്രതിപക്ഷ MLA ഹർജി സുപ്രീം കോടതി നിരുപാധികം തള്ളിയത്. മാധ്യമങ്ങളും പ്രതിപക്ഷവും ന്യൂസ് ഫ്ലോറുകളിലും തെരുവിലും മാസങ്ങളോളം ശ്രീമതി വീണയെയും സർക്കാരിനെയും വേട്ടയാടി ഒടുവിൽ സുപ്രീം കോടതിയിൽ നിന്നും ആ സുപ്രധാനമായ വിധി വന്ന ദിവസം മാത്യു കുഴൽനാടന് തിരിച്ചടി എന്ന ഒറ്റ വരി ഫ്ലാഷ് ന്യൂസിൽ അതുവരെ അവർ ചർച്ചകൾ നടത്തിയും പ്രതീതി നിർമ്മിച്ചും ന്യൂസ് ഫ്ലോറുകളിൽ ഛർദ്ദിച്ചിട്ടതൊക്കെയും മാത്യു കുഴൽനാടൻ എന്ന ഒറ്റ വ്യക്തിയെ കൊണ്ട് മാത്രം തീറ്റിച്ചു. മാസപ്പടി എന്ന വാക്കേ അതിനുശേഷം മാധ്യമങ്ങളും പ്രതിപക്ഷവും ഇന്നേ വരെ പിന്നെ ഉരിയാടിയിട്ടില്ല. ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ആരോപണം ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. ഹൈക്കോടതിക്ക് നിലവിലെ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയാണ്. കുറ്റപത്രം ഇതുവരെയും സമർപ്പിക്കപ്പെട്ടിട്ടില്ല. വാദവും വിധിയുമൊന്നും ഇതുവരെയും ആയിട്ടില്ല. പ്രതിപക്ഷം പതിവ് പോലെ ഓരോ ദിവസങ്ങളിലും ഓരോ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. ന്യൂസ് ഫ്ലോറുകളിലെ 8 മണി ജഡ്ജിമാർ വിധിയും വിധിക്കലും നടത്തി. മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട യഥാർത്ഥ കോടതിയുടെ വിധി വരും. അന്ന് മാധ്യമങ്ങളും പ്രതിപക്ഷവും ചർച്ച ചെയ്തതെല്ലാം ചിലപ്പോൾ അവർക്ക് തന്നെ വിഴുങ്ങേണ്ടിയും വന്നേക്കാം. ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ആരോപണം പോലും തെളിയിക്കാനോ അനുകൂലമായ കോടതി വിധികൾ സമ്പാദിക്കാനോ പ്രതിപക്ഷത്തിന് ഇതുവരെയും കഴിഞ്ഞില്ല എന്നതാണ് വസ്തുതകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പ്രതിപക്ഷം എന്നാൽ വാച്ച് ഡോഗ് ഓഫ് ഡെമോക്രസി ആണെന്ന് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചല്ലോ. കേരളത്തിന്റെ വാച്ച് ഡോഗിനെ തന്റെ യജമാനനായ ഡെമോക്രസിയോട് തെല്ലും ആത്മാർത്ഥതയും ചെയ്യുന്ന പണിയിൽ ഒരു ക്രെഡിബിലിറ്റിയും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും എന്തിന് ഇറങ്ങുന്ന സിനിമകളിൽ പോലും ഇന്ത്യ